ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചമ്മന്തിരിപ്പിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ കഥ പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചന്ദ്രമതിയുടെ ഡാൻസ് സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ്. വിശിഷ്ടാതിഥിയായിട്ട് വരുന്നത് ആരാന്നുള്ള എല്ലാവരുടെയും സർപ്രൈസ് അവസാനിപ്പിച്ചുകൊണ്ട് വിശിഷ്ടാതിഥിയായിട്ട് വരുന്ന മഹിമയാണ്. മഹിമ വന്ന് കയറി അതിഥിയേക്കാൾ ഉപരി ഇപ്പോൾ വിശിഷ്ടാതിഥിയാണ് പറഞ്ഞിട്ട് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് മഹിമേനെ. ചന്ദ്രമതിയും ഭാമയോട് പറയണം ആരതി തട്ട് കൊണ്ടുവരാൻ പറയുന്നത്. ഭാമ ആരതി തട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് മഹിമേനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആരതി തട്ട് കൊണ്ട് കൊട്ടിക്കളയാൻ ഭാമയോട് പറയുമ്പോൾ ഭാമ ഇത് ഞാൻ ചെയ്യണമല്ലോ ചോദിക്കുമ്പോൾ വേണമെന്ന് പറയണം. അപ്പോൾ സച്ചിയൊക്കെ ഇവരാണ് വിശിഷ്ടാതിഥി ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് നിനക്ക് പുച്ഛമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം എന്താ കുഴപ്പം, മഹിമയല്ല സുധിയുടെ കട ഉദ്ഘാടനം ചെയ്ത്, സുധിയുടെ കട നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ സുധി പറയണം ആദ്യത്തെ കസ്റ്റമർ മഹിമ തന്നെയല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ സുധി പറയണമെങ്കിൽ മഹിമേൻ്റെ കൊണ്ടുപോയ സാധനം തിരിച്ചു കൊടുന്നല്ലോ എന്ന് പറയാണ്. അത് ഞാനല്ലല്ലോ സുധി, അതിൻ്റെ കാരണക്കാരൻ ഞാനല്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുടുംബമല്ലെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തും ചന്ദ്രമതിയോട് മഹിമ സച്ചിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അത് കേട്ട് ചന്ദ്രമതിയെ സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഉദ്ഘാടനമായി വിളക്കൊക്കെ തുടച്ചു, എണ്ണയിട്ട് തിരിയിട്ട് വെച്ചിട്ടുണ്ട് രേവതി. അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനമായി മഹിമയെ വന്ന് തിരി കൊളുത്തെന്ന് പറയണം. അങ്ങനെ മഹിമ വന്നിട്ട് തിരി കൊളുത്തുന്നു. അത് കഴിയുമ്പോൾ വർഷേനെ വിളിച്ചിട്ട് മോളെ വർഷയെ പറഞ്ഞിട്ട് വർഷയെ വിളിച്ച് തിരി കൊളുത്തിക്കണം. ചന്ദ്രമതി തിരി കൊളുത്തുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വർഷേനെ വിളിക്കുമ്പോൾ ശ്രുതി പറയേണ്ട ശ്രുതിയോട് കണ്ട വർഷേനെ വിളിച്ചു ആൻറ്റി, എന്നെ മാത്രം വിളിച്ചില്ല, ഞാനാണല്ലോ ഇതിനെല്ലാത്തിനും മുൻകൈ എടുത്തതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്ന ശ്രുതി മോളെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അങ്ങനെ മഹിമ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രമതി കത്തിച്ചു, ഭാമ കത്തിച്ചു, ശ്രുതി കത്തിച്ചു, വർഷ കത്തിച്ചു. അങ്ങനെ 5 തിരി കഴിഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ പറയും രേവതീനെ എന്താ നീ വിളിക്കാൻ, നീ ഇപ്പോൾ പക്ഷഭേദമല്ലേ കാണിച്ചത്, നീ എൻ്റെ 2 മരുമക്കളെ വിളിച്ചു, ഇനിയുള്ള മരുമകളെ എന്താ വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രമതി പറയുന്ന 5 തിരി കത്തിച്ച് കഴിഞ്ഞല്ലോ പറയും. അപ്പോൾ സച്ചി പറയും അച്ഛാ ഇനി അതിൽ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തിരി കെടുത്തിയിട്ട് വേണം കത്തിക്കാമെന്ന് പറയും. അപ്പോൾ ചന്ദ്ര അത് കേൾക്കുമ്പോൾ പറയാം അങ്ങനെ തിരി കെടുത്തിയിട്ട് ഇനി കത്തിക്കാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ രേവതി പറയാണ് അതൊന്നും സാരമില്ല അച്ഛാ, ആ തിരിയിൽ 5 തിരിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് തുടച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ടത് ഞാനല്ലേ, അപ്പോൾ ഞാനല്ലേ ഏറ്റവും കൂടുതൽ അതിൽ ഇൻവോൾവ് ആയിക്കണം, അത് മതി എനിക്ക്, ഞാൻ തിരി കത്തിക്കണം എന്നൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമമാണ് രേവതീനെ മാത്രം മാറ്റി നിർത്തിയതിന്. അപ്പോൾ രവീന്ദ്രൻ പറയണം എന്നാലും ചന്ദ്രൻ നീ ചെയ്തത് മോശമായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ കുറ്റപ്പെടുത്താണ്. അത് കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിയുമ്പോൾ മഹിമ പറയും ചന്ദ്ര എനിക്ക് നിൻ്റെ 2 സ്റ്റെപ്പ് കാണിച്ചു തരണം കേട്ടോ എന്നൊക്കെ പറയണം. തീർച്ചയായും ഞാൻ എൻ്റെ ആട്ടം നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറയണം മഹിമോട് ചന്ദ്രമതി. അത് കഴിഞ്ഞു. അങ്ങനെ ചന്ദ്രമതി ഭാമയുടെ വീട്ടിലാണ്. ചന്ദ്രോദയത്തിൽ സച്ചിയുടെ കാറ് രേവതി കഴുകുമ്പോൾ പിന്നെ വന്ന് കണ്ണ് പൊത്താണ് സച്ചി. അപ്പോൾ വീട് സച്ചിയേട്ടാ പറയുമ്പോൾ നിനക്കെങ്ങനെ മനസ്സിലായി, ഞാനാന്ന് നിനക്കെങ്ങനെ മനസ്സിലായി ചോദിക്കുമ്പോൾ പറയാം എൻ്റെ കണ്ണ് പൊത്താൻ സച്ചിയേട്ടൻ അല്ലാണ്ട് വേറെ ആർക്കും അവിടെ ധൈര്യമുള്ളത്, സച്ചിയേട്ടൻ അല്ലാണ്ട് വേറെ ആരും എന്നോട് ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം ഭയങ്കര സ്നേഹത്തോടു കൂടി പറയണം നിനക്കറിയോ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കണം, നിനക്കറിയോ രേവതി ചോദിക്കുമ്പോൾ എനിക്കറിയാം എന്തിനാ കാറ് ഓടിക്കാനും ഭക്ഷണം കഴിക്കാനും പൊക്കോ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു പറയാണ്. അപ്പോൾ പറയും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജീവിക്കുന്നത്, നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കണം എന്ന് പറയാണ്. അപ്പോൾ നിനക്ക് വിഷമമായോ രേവതി, അമ്മ അവിടെ വെച്ചിട്ട് നിന്നെ ഉൾപ്പെടുത്താതെ മറ്റുള്ളവരെ കൊണ്ട് തിരി തെളിയിച്ചാൽ നിനക്ക് വിഷമമായിരിക്കും. എന്താ സച്ചിയേട്ടാ ഇതൊക്കെ ഞാൻ മുൻകൂട്ടി അറിയണ കാര്യങ്ങളല്ല, എനിക്കറിയാമല്ലോ അമ്മ ഇങ്ങനെ തന്നെ എന്നോട് പെരുമാറുള്ളൂ, ഇതൊക്കെ നമ്മളത് പ്രതീക്ഷിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറയാൻ. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവരുടെ സംസാരം കഴിഞ്ഞു. പിന്നെ സച്ചി കോണി തുടയ്ക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ സച്ചി പറയണം എന്താ അച്ഛാ, അച്ഛനൊരു വിഷമം പോലെ ഇരിക്കുമ്പോൾ ഒന്നുമില്ലടാ പറയണം, അമ്മയില്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടല്ലോ, അമ്മേനെ കാണാൻ തോന്നുന്നുണ്ട് അച്ഛൻ, എന്നാൽ അമ്മേനെ ഫോൺ വിളിച്ചു വെച്ചാന്ന് പറയണേ വേണ്ടടാ അവളിപ്പോൾ തിരക്കായിരിക്കും, അവളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട തിരക്കായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ദിവസവും അമ്മ വൈകുന്നേരം വരുള്ളൂ, ഞങ്ങളെല്ലാവരും പോകും, അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവും, അപ്പോൾ അച്ഛന് ബോറടിക്കില്ല, എന്താ അച്ഛൻ ചെയ്യുക ചോദിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഞാൻ ചന്ദ്രയെ വിളിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ പറയും അതിനെ അമ്മേനെ വിളിക്കാൻ അമ്മ ഫോൺ എടുത്തെങ്കിലല്ലേ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ അച്ഛൻ്റെ ഫോൺ എടുക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രവീന്ദ്രനോട് പറയാണ്. പിന്നെ സച്ചി പറയും എന്തായാലും രേവതി നീ രക്ഷപ്പെട്ടു, നിനക്ക് ഇനി പകലൊന്നും അമ്മയുടെ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയും അതിന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അമ്മ രാവിലത്തെയും കൂടി കൂട്ടി എനിക്ക് വൈകുന്നേരം തന്നോളും പറയണം. അപ്പോൾ സച്ചി പറയും അല്ല ഡാൻസൊക്കെ പഠിപ്പിച്ച് ക്ഷീണിച്ചിട്ട് അമ്മ വരിക, വഴക്കിനൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയാണ്. കണ്ടറിയാമെന്ന് പറയാണ് രേവതി. അങ്ങനെ അവിടെ സംസാരം അവിടെ അവസാനിച്ചു. പിന്നെ അപ്പുറത്ത് ഭാമയുടെ വീട്ടിൽ ചന്ദ്ര സ്വപ്നലോകത്താണ്. ചന്ദ്രയുടെ തന്നെ ഫ്ലെക്സിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ഇത്രയും സുന്ദരിയാണ് ഭാമേ, ഇത്രയും സൗന്ദര്യം എനിക്കുണ്ടായിരുന്നു, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര സ്വയം പ്രശംസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭാമ പറയണേ നിന്നെ ഇനി എല്ലാവരും ചന്ദ്രമതി ടീച്ചറെ എന്നാ വിളിക്കുക, അയ്യോ എല്ലാവരും നിന്നെ ആദരിക്കും. ഇപ്പോൾ ചന്ദ്രമതി വിളിച്ചേർന്നവരൊക്കെ ചന്ദ്രമതി ടീച്ചറെ വിളിക്കും. ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് ഒരു മാസം 1 ലക്ഷം രൂപ കിട്ടൂലേ ഭാമേ, അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടണം
താമസിക്കുന്നതൊക്കെ കൊള്ളാം, എനിക്കുള്ള വാടക നീ കറക്റ്റായിട്ട് തരണം എന്നൊക്കെ പറയാണ് ഭാമ ചന്ദ്രമതിയോട്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം അത് കഴിഞ്ഞു. ചന്ദ്രമതി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ആരും വരണില്ല. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് ഇന്നൊരു 10 കുട്ടികളെങ്കിലും വരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഭാമ ചായയും കൊണ്ട് വന്ന് നോക്കുമ്പോൾ ചന്ദ്രമതി ഉറക്കം തൂങ്ങിയിട്ടുണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത്. ചന്ദ്രമതി എണീക്കി പറയുമ്പോൾ ആ കുട്ടികൾ വന്നു ചോദിക്കുമ്പോൾ ഇല്ല ആരും വന്നില്ലല്ലോ ഭാമയെ പറയണം. അതൊക്കെ വരും പബ്ലിസിറ്റി ആയിട്ട് വരണില്ലല്ലോ, അതൊക്കെ കുട്ടികൾ വരും എന്ന് പറയാണ്. വരുമായിരിക്കും അല്ലേ ഭാമയെന്ന് ചോദിക്കുമ്പോൾ ആ വരും ചന്ദ്രമതി, ഉറപ്പായിട്ടും വരും, വരാതിരിക്കില്ല. അങ്ങനെ ഞാൻ വലിയൊരു ടീച്ചറാവില്ലേ ഭാമ, എൻ്റെ മേലെ എല്ലാവർക്കും ഒരു നിലയും വിലയും ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആകാശക്കോട്ട സ്വപ്നങ്ങളൊക്കെ കെട്ടിക്കാണ് ചന്ദ്രമതി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ചന്ദ്രമതി പറയും അത് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടികളെ വന്നിട്ട് ഭാമ വേഗം പോയി വാതിലോർക്കാൻ. ഭാമ വാതിലോർക്കാൻ മുമ്പ് ചന്ദ്രമതി നിൽക്കും ഒരു മിനിറ്റ് ഞാൻ ഡ്രസ്സൊന്ന് ശരിയാക്കട്ടെ. പിന്നെ ചന്ദ്രമതി ഡ്രസ്സൊക്കെ ശരിയാക്കണം. നീ ശരി നീ പോയി വാതിൽ തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാമ വാതിൽ തുറക്കാൻ പോണ സമയത്തുള്ളതാണ് അന്നത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി വീണ്ടും വരാം. വീണ്ടും കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.